ഹലോ എവറി വൺ. യെസ്, GIB കഴിഞ്ഞു. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ആൻഡ് മോഷൻ ഇൻ ഓസ്ട്രേലിയ എന്നുള്ള 2 ചാപ്റ്റർ നിങ്ങൾ നന്നായി പഠിച്ചു, നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഫസ്റ്റ് ടൈം എക്സാം എഴുതിയ സമയത്തുള്ളൊരു ഫീല് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? അടിപൊളിയല്ലേ? സോ ഇനിയും ഇങ്ങനെ ഉണ്ടാകുന്ന GIBs പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. എന്നാൽ കൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാം, +1 കൂടെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് എത്തിവിടാൻ വേണ്ടി പറ്റും. സോ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോഡ് എ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. വിച്ച് ഈസ് ദ കറക്റ്റ് യൂണിറ്റ് ഫോർ മെഷറിംഗ് ന്യൂക്ലിയർ റേഡിയസ്? ന്യൂക്ലിയർ റേഡിയസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഫെർമി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വാട്ട് ഇസ് ഇറ്റ്? ഫെർമി. ന്യൂക്ലിയർ റേഡിയസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്ത്? ഫെർമി. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡയമെൻഷൻസ് ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഞാൻ നിങ്ങളോട് ഇതിൻ്റെ റിസൾട്ട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ലിസൺ, അതറിയാം. F is equal to Gm1m2 divided by r² is the relation. ഇത് നിങ്ങൾ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്റർ എടുത്തുമ്പോൾ നിങ്ങൾ പഠിക്കും. എന്നാൽ കൂടി ഇതിൻ്റെ റിസൾട്ട് ബൈ ഹാർട്ട് പഠിക്കണമെന്ന് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വേർ G is equal to നമുക്ക് എന്ത് ചെയ്യാം, F into r² divided by m1 m2. വേർ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നിങ്ങൾക്കറിയാലോ, mlt⁻². ഡിസ്റ്റൻസ് L ആണ്, അത് L² ഡിവൈഡ് വരും. മാസ് m² വരും. മുകളിലൊരു മാസം താഴെയൊരു മാസം കട്ട് ചെയ്താൽ താഴത്തൊരു മാസം ഉണ്ടാവും. ഈ മാസം മുകളിലേക്ക് കയറുമ്പോൾ m⁻⁻1 L into L², L³ T⁻². സോ ദ ഡയമെൻഷൻ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ m⁻⁻1 L³ ആൻഡ് T⁻². ആൻസർ ഈസ് ഓപ്ഷൻ 2. റൈറ്റ്. ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഈസ് 10 mm/ns. ഇറ്റ് ഈസ് ഓൾസോ. സോ ഈ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ മില്ലിമീറ്ററിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? കിലോമീറ്ററിലേക്ക് മാറ്റണം. ഞാൻ ചോദിക്കട്ടെ, 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്റർ അല്ലേ? സോ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ അല്ലേ? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ അല്ലേ? സോ 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും 1000 × 1000 മില്ലിമീറ്റർ എന്ന് പറഞ്ഞൂടെ. അതായത് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁶ മില്ലിമീറ്ററാണ്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁶ മില്ലിമീറ്ററാണ്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁶ മില്ലിമീറ്ററാണ്. നമ്മൾ ചെയ്ത മെത്തേഡ് നോക്കൂ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്ററാണ്. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ്. സോ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 × 1000 മില്ലിമീറ്റർ, ദാറ്റ് വിൽ ഗീവ് 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁶ മില്ലിമീറ്റർ. ഇങ്ങനെ റിലേഷൻസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ പറയുന്നുണ്ട് നമ്മൾ പോകേണ്ടത് n1u1 is equal to n2u2 എന്നുള്ള റിലേഷനിലേക്കാണ്. വാട്ട് ഈസ് n1? n1 10 മില്ലിമീറ്റർ ഡിവൈഡഡ് ബൈ നാനോസെക്കൻഡ് is equal to n2 ആണ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ഹവറിലാണ്. കണ്ടുപിടിക്കേണ്ടത്. സോ ഞാനിവിടെ ആദ്യം എന്ത് ചെയ്യുന്നു? 10 × മില്ലിമീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ വാട്ട് ഈസ് 1 മില്ലിമീറ്റർ? 1 മില്ലിമീറ്റർ എന്നാൽ 10⁻⁻6 കിലോമീറ്റർ ആണ് അല്ലേ? ഈ ടൈം ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ 1/10⁻6 വരും. ആ 10⁻6 മുകളിലേക്ക് പോകുമ്പോൾ 10⁻⁻6 ആവും. സോ മില്ലിമീറ്റർ ഞാൻ 10⁻⁻6 കിലോമീറ്റർ എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് 1 നാനോ സെക്കൻഡ്? 1 നാനോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻9 സെക്കൻഡാണ്. 1 നാനോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻9 സെക്കൻഡ്. സംശയമുണ്ടോ? നമുക്കറിയാം 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 അവർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ് അല്ലേ? സോ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മണിക്കൂറിലേക്ക് എഴുതുമ്പോൾ 1 ഹവർ ഡിവൈഡഡ് ബൈ 3600 എന്നല്ലേ ഇതാ. സോ വാട്ട് ഈസ് 1 നാനോ സെക്കൻഡ്? 1 നാനോ സെക്കൻഡ് എന്ന് പറയുമ്പോൾ 10⁻⁹ ഡിവൈഡഡ് ബൈ 3600 മണിക്കൂർ എന്നല്ലേ വരിക. ഇതൊരു ടൈപ്പ് ഓഫ് റിലേഷനാണ്. ഈ കൺവേർഷൻസ് നിങ്ങൾ പഠിക്കണം. അത് നോക്കണേ. 1 മീറ്റർ 1000 മില്ലിമീറ്റർ ആണ്. 1 മീറ്റർ 1000 മില്ലിമീറ്റർ ആണെങ്കിൽ 1 കിലോമീറ്റർ 10⁶ മില്ലിമീറ്റർ ആണ്. 1 നാനോ സെക്കൻഡ് 10⁻⁹ സെക്കൻഡ് ആണെങ്കിൽ 1 സെക്കൻഡ് 1 ഹവർ ഡിവൈഡ് ബൈ 1 മണിക്കൂർ ഡിവൈഡ് ബൈ 3600 ആണ്. സോ 1 നാനോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10⁻⁹ ഡിവൈഡ് ബൈ 3600 ഹവർ ആണ്. സോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു? 10⁻⁹ ഹവർ ഡിവൈഡഡ് ബൈ 3600 ഇത് is equal to n2 × കിലോമീറ്റർ ഡിവൈഡ് ബൈ ഹവർ. ഓക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കിലോമീറ്റർ കട്ട് ചെയ്യാം, ഈ ഹവർ കട്ട് ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ n2 is equal to 10 × 10⁻⁻6 × 3600 ഡിവൈഡ് ബൈ 10⁻⁹. അപ്പോൾ 3600 × 10⁻⁻9 മുകളിലേക്ക് വരുമ്പോൾ +9 ആവും. 10⁻⁻6ഉം 10ഉം 10⁻⁻5 +9 ആവും. സോ അടുത്ത സ്റ്റെപ്പിൽ 3600 × 10⁻⁴ വരും. ഓർ നമുക്ക്
3.6 എന്നുള്ള ഫോമിൽ എഴുതുന്നത് അല്ലേ. സോ 3.6 ആക്കുകയാണെങ്കിൽ 10⁻⁷ എന്ന് വരും. ഇപ്പോൾ 3.6 × 10⁻⁷ km/h ഈസ് റൈറ്റ് ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ 3. അപ്പോൾ ഞാൻ ഈ ചെയ്ത കൺവേർഷനിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നേരെ വേണമെങ്കിൽ തിരിച്ചൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങളിത് വറീഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ഈ ടൈപ്പ് ചോദ്യം വറീഡ് ആവേണ്ട ഒരു ആവശ്യവുമില്ല. നമുക്ക് ഇതേ ചോദ്യം ഒന്നുകൂടി സ്റ്റൈൽ മാറ്റാം. എങ്ങനെ? N1U1 = N2U2. നമുക്കറിയാം 10 millimeter / നാനോസെക്കൻഡ് എത്ര കിലോമീറ്റർ / മണിക്കൂർ എന്നല്ലേ ചോദ്യം. സോ ഞാൻ ഇതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാം. അതായത് 10 millimeter / നാനോസെക്കൻഡ് = നാനോസെക്കൻഡ് ഞാൻ സെക്കൻഡിലേക്ക് മാറ്റുന്നു. 10⁻⁹ സെക്കൻഡ് N2 × വാട്ട് ഈസ് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁶ millimeter ആണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡാണ്. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം ഇവിടെ മില്ലിമീറ്റർ കട്ട് ചെയ്തു, ഇവിടെ സെക്കൻഡ് കട്ട് ചെയ്തു. അപ്പോൾ നോക്കൂ, 10 = N2 × 10⁻⁶ / 3600. ഇവിടെ താഴത്ത് 10⁻⁻9 ഉണ്ട്. ഈസി അല്ലേ? ഇനി N2 കണ്ടുപിടിച്ചൂടെ? വാട്ട് ഈസ് N2? N2 = 3600 × 10 / 10⁻⁹ × 10⁻⁶. സോ 3600 36 × 10⁻³ എന്ന് എഴുതാം. താഴത്ത് നമുക്ക് 10⁻⁻³ എന്ന് വരും. അത് മുകളിലേക്ക് പോകുമ്പോൾ 36 × 10⁻⁶ വരും. ഒരു പോയിന്റ് മാറ്റിയാൽ 3.6 × 10⁻⁷ km/h എന്ന് വരും. രണ്ട് രീതിയിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ ഞാൻ ചെയ്തത് മില്ലിമീറ്ററിനെയും നാനോ സെക്കൻഡിനെയും km/h മാറ്റി. എന്നിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അതായത് മില്ലിമീറ്ററിനെ നാനോ സെക്കൻഡ്, കിലോമീറ്ററിനെ മീറ്ററിൽ മില്ലിമീറ്ററിലേക്ക് മാറ്റൂ, മണിക്കൂറിനെ സെക്കൻഡിലേക്ക് മാറ്റൂ. ഇങ്ങനൊരു കൺവേർഷൻ നിങ്ങൾ ചെയ്ത് പഠിക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3, 3.6 × 10⁻⁷ km/h. ഈ രണ്ട് ചോദ്യവും രണ്ട് രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് പഠിച്ചു നോക്കുക, ഒരു പ്രാവശ്യം ചെയ്ത് പഠിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ്, ദ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ 2 different units x1 and x2. ഈ x1 x2 എന്നുള്ള രണ്ട് യൂണിറ്റിലാണ് നമ്മൾ ഇത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദ കറസ്പോണ്ടിങ് ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു N1 and N2. നമുക്കറിയാം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ന്യൂമറിക്കൽ വാല്യൂ ഇൻറ്റു യൂണിറ്റ് ആണ്. സോ ഇവിടെ N1 യുവിന് പകരം x1 ആണ്. സോ N1 x1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. N1U1 = N2U2. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ടാവും. U1ന് പകരം x1 ആണ്. സോ N1 x1 = N2 x2. U1നും U2ന് പകരം x1 x2 എന്നാണ് കൊടുത്തത്. സോ വളരെ സിംപിളി നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ പറയാൻ വേണ്ടി പറ്റും. N1 x1 = N2 x2. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. നെക്സ്റ്റ് നോക്കൂ, ദ kWh ഈസ് എ യൂണിറ്റ് ഓഫ് എനർജിയാണ്. എനർജിയുടെ കുറേ യൂണിറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എനർജിക്ക് നമ്മൾ ജൂള് പറയാറുണ്ട്, എർഗ് പറയാറുണ്ട്, അതേപോലെ കലോറി പറയാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആയിട്ട് പറയുന്ന ഒരു സാധനമാണ് kWh ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി. The radius of the earth is 6400 km. The order of magnitude പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ ഒരു സയൻറ്റിഫിക് നൊട്ടേഷൻ ഫോമിൽ എഴുതണം. ഒരു സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? A × 10⁻⁵ എന്നുള്ള ഫോർമാറ്റിൽ എഴുതണം. ഇവിടെ B എന്നുള്ളതാണ് നമ്മൾ പറയാം അല്ലേ? ഓക്കെ. സോ ഇവിടെ 6400 കിലോമീറ്ററിന് മീറ്റർ. അപ്പോൾ 6400 കിലോമീറ്റർ എന്നാൽ 6400 × 1000 മീറ്റർ അല്ലേ? 6400 × 1000 മീറ്റർ. സോ അടുത്ത സ്റ്റെപ്പിൽ 64 × 10⁵ മീറ്റർ എന്ന് വരും. നമുക്കറിയാം 64നെ 10നെ താഴെയുള്ള ഒരു നമ്പറാക്കി മാറ്റണം. അതെങ്ങനെയാണ് മാറ്റുക? ഇതിനെ നമുക്ക് 6.4 × 10⁻⁶ എന്ന് എഴുതി കൂടെ? എടാ മക്കളെ, 6.4 എന്ന് പറഞ്ഞാൽ <10ഉം <5ഉം അല്ലേ? ഇതിനെ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 10 ആക്കി എടുക്കാം. 10 × 10⁻⁶ മീറ്റർ ഓർ നമുക്ക് 10⁻⁷ മീറ്റർ എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് 7. സോ ഓപ്ഷനിൽ ഇങ്ങനെ കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ഓപ്ഷൻ 1ലേക്ക് മൂവ് ചെയ്യാം. 10⁻⁷ മീറ്റർ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്, അതായത് എൻ്റെ വാല്യൂ <= 5 ആണെങ്കിൽ നമ്മൾ A അപ്രോക്സിമേറ്റ്ലി 1 ആക്കി എടുക്കും. എൻ്റെ വാല്യൂ 5നേക്കാട്ടിയും കൂടുതലും 10നേക്കാട്ടിയും ചെറുതുമാണെങ്കിൽ നമ്മൾ എൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 10 ആക്കി എടുക്കും. ഇത് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് നമ്മൾ ചെയ്ത് പഠിച്ചതാണ്. <10ഉം <5ഉം ആണെങ്കിൽ A അപ്രോക്സിമേറ്റ്ലി നമ്മൾ 10 ആക്കി എടുക്കും. ഇത് നമ്മൾ ചെയ്ത് പഠിച്ചതാണ്. നിങ്ങൾക്ക് മറന്നു പോകരുത് കേട്ടോ. 6.4 5നും 10നും ഇടയിലായതുകൊണ്ട് അതിനെ 10 ആക്കി എടുക്കണം. 10 × 10⁻⁶ ദാറ്റ് വിൽ ഗിവ് 10⁻⁷. ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ ഇമ്പൾസിസ്. എടാ നോക്ക്, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലേക്ക് നമ്മൾ പഠിപ്പിച്ചായിരുന്നു ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ mLT⁻². ടൈം T ആയതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ mLT⁻⁻1 ഈസ് ദ ഡയമെൻഷൻ ഓഫ് ഇമ്പൾസ്. mLT⁻⁻1 ഈസ് ദ ഡയമെൻഷൻ ഓഫ് ഇമ്പൾസ്. സോ ദ ആൻസർ ഈസ് 2.
പാരലാക്റ്റിക് സെക്കൻഡ് ഈസ് ദ യൂണിറ്റ് ഓഫ്. പാരലാക്റ്റിക് സെക്കൻഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് എന്ന് കാണുമ്പോൾ നമ്മൾ നേരെ പോയി സമയത്തിന് മാർക്ക് ചെയ്യരുത്. പാരലാക്റ്റിക് സെക്കൻഡ്, പാർ സെക്കൻഡ് ലൈറ്റ് ഇയർ അസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലാർജ് ലെങ്ത്തുകൾ മെഷർ ചെയ്യാൻ വേണ്ടി, ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ്. സോ ഇത് എന്തിൻ്റെ യൂണിറ്റാണ്? ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഇതും പഠിക്കാൻ പറഞ്ഞായിരുന്നു. എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. സോ വാട്ട് ഈസ് എച്ച്? എച്ച് എന്ന് പറഞ്ഞാൽ ഇ ബൈ ന്യൂ. ഈ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനി വരാൻ പോകുന്ന ചാപ്റ്ററുകളിൽ പഠിക്കും, വറീഡ് ആവേണ്ട ഒരു ആവശ്യവുമില്ല കേട്ടോ. പക്ഷേ ഇതൊക്കെ ഞാൻ നിങ്ങളോട് ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. സോ എനർജി ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റേസ് ടു -2, ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ ടി റേസ് ടു -1. മുകളിലേക്ക് പോകുമ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഇൻറ്റു ഫ്രീക്വൻസി മുകളിൽ പോകുമ്പോൾ +1 ആവും. സോ അടുത്ത സ്റ്റെപ്പിൽ എം എൽ സ്ക്വയർ ടി റേസ് ടു -1 എന്ന് വരും. അതായത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെയും ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെയും ഡയമെൻഷൻ സെയിം ആണ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 3. ഇഫ് എനർജി ആൻഡ് ജി റെസ്പെക്റ്റീവ്ലി ഡിനോട്ട് എനർജി ആൻഡ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, ദെൻ ഇ ബൈ ജി ഹാസ് ദ ഡയമെൻഷൻ ഓഫ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ നമ്മൾ എനർജിയുടെ ഡയമെൻഷൻ പറഞ്ഞു. അതെന്താ? എം എൽ സ്ക്വയർ ടി റേസ് ടു -2. നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിൽ ജിയുടെ ഡയമെൻഷൻ പറഞ്ഞു. അതെന്താ? എം റേസ് ടു -1 എൽ ക്യൂബ് ടി റേസ് ടു -2. ഇത് രണ്ടും നിർബന്ധമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞത് മനസ്സിലായോ? ചോദ്യത്തിൽ ഡയറക്റ്റ് ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇ ബൈ ജിയുടെ ഡയമെൻഷൻ എന്താണെന്ന്, എനർജി ഡിവൈഡ് ബൈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ഡയമെൻഷൻ എന്താണെന്ന്. സോ എനർജി എന്ന് പറയുമ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു -2, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എം റേസ് ടു -1 എൽ ക്യൂബ് ടി റേസ് ടു -2. സോ അടുത്ത സ്റ്റെപ്പിൽ എം എൽ സ്ക്വയർ ടി റേസ് ടു -2, താഴെയുള്ള ആളുകൾ മുകളിൽ പോയാൽ എം റേസ് ടു -1 മുകളിൽ പോയാൽ +1 ആവും, എൽ ക്യൂബ് മുകളിൽ പോയാൽ എൽ റേസ് ടു -3 ആവും, -2 മുകളിൽ പോയാൽ +2 ആവും. സോ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ 1 എം റേസ് ടു 1 ഇൻറ്റു എം റേസ് ടു 1 എം സ്ക്വയർ വരും. എൽ റേസ് ടു 2ഉം എൽ റേസ് ടു -3ഉം എൽ റേസ് ടു -1ഉം ടി റേസ് ടു -2ഉം ടിയും ടി റേസ് ടു 0 വരും. സോ നിങ്ങൾ പറ എം സ്ക്വയർ ഇൻറ്റു എൽ റേസ് ടു -1 ടി റേസ് ടു 0 എന്നുള്ള ആൻസർ നിങ്ങൾ കാണുന്നുണ്ടോ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. എം റേസ് ടു സ്ക്വയർ, എം സ്ക്വയർ എൽ റേസ് ടു -1 ടി റേസ് ടു 0. സോ ഈ റിസൾട്ട് സാർ ഞങ്ങൾ പഠിക്കാൻ മറന്നുപോയി എന്ന് നിങ്ങൾ പറയരുത്. കാരണം ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനർജിയുടെയും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡയമെൻഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണമെന്ന്. ദ യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷൻ പഠിപ്പിച്ചായിരുന്നു. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഇപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്, ലെങ്ത് മീറ്റർ ആയതുകൊണ്ട് ആൻസർ വിൽ ബി ന്യൂട്ടൺ പെർ മീറ്റർ വരും. ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ മീറ്റർ എന്ന് വരും. ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ മീറ്റർ. സർഫസ് ടെൻഷൻ ഇൻ SI സിസ്റ്റം, ഡൈനും സെൻറ്റിമീറ്ററും കിടക്കുന്നത് CGS ആയതുകൊണ്ട് SI സിസ്റ്റത്തിലെ ഡയമെൻഷനാണ് നിങ്ങൾ നോക്കേണ്ടത്. സൈൻ ഫോഴ്സിൻ്റെ SI സിസ്റ്റത്തിലെ യൂണിറ്റ് ന്യൂട്ടണും ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്ററും ആയതുകൊണ്ട് ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള ആൻസറിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. ദെൻ വി ആർ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12. 1 gram centimeter per second is equal to n Newton second. The number n is equal to. അപ്പോൾ ആദ്യം മനസ്സിലാക്കണം, ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണല്ലോ ന്യൂട്ടൺ. സോ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ MLT റേസ് ടു -2. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യൂണിറ്റ് ചെയ്താണെങ്കിൽ മാസിന് കിലോഗ്രാം, ലെങ്ത്തിന് മീറ്റർ, ടൈമിന് സെക്കൻഡ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 1 ഗ്രാം 1 G എന്ന് എഴുതാം. 1 ഗ്രാമിൽ GM എന്ന് ഉദ്ദേശിച്ചത് ഗ്രാം ആട്ടോ. 1 ഗ്രാം സെൻറ്റിമീറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ n ഇൻറ്റു കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 ഇൻറ്റു സെക്കൻഡ് വരും. സോ അടുത്ത സ്റ്റെപ്പിൽ 1 ഗ്രാം സെൻറ്റിമീറ്റർ സെക്കൻഡ് റേസ് ടു -1 ഇസ് ഈക്വൽ ടു n ഇൻറ്റു കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -1 വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റി സോൾവ് ചെയ്താൽ പോരെ. സോ 1 ഗ്രാം സെൻറ്റിമീറ്റർ സെക്കൻഡ് റേസ് ടു -1 ഇസ് ഈക്വൽ ടു n ഇൻറ്റു 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ സെക്കൻഡ് റേസ് ടു -1 ആണ്. സോ ഈ സെക്കൻഡ് റേസ് ടു -1ഉം സെക്കൻഡ് റേസ് ടു -1ഉം ക്യാൻസൽ ചെയ്യാം. സെൻറ്റിമീറ്റർ ക്യാൻസൽ ചെയ്യാം. ഗ്രാം ക്യാൻസൽ ചെയ്യാം. സോ 1 ഇസ് ഈക്വൽ ടു n ഇൻറ്റു 1000 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 10 റേസ് ടു 5 ആണ്. സോ n ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 10 റേസ് ടു 5. മുകളിലേക്ക് പോകുമ്പോൾ 1 ഇൻറ്റു 10 റേസ് ടു -5. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. ആൻസർ വിൽ ബി ഓപ്ഷൻ 4. ഓക്കെ, ഈ GM എന്നുള്ളത് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്കത് GMന് പകരം ഗ്രാം എന്നുള്ള സിമ്പിൾ മാത്രം കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഭംഗി. ഓക്കെ, G സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്, ഇതാണ് കുറച്ചുകൂടി പെർഫെക്ഷൻ കേട്ടോ. ഫൈൻ. അപ്പോൾ ഈ 12 ചോദ്യങ്ങൾ നോക്കുന്ന സമയത്തൊക്കെ ഏകദേശം ഈസിയാണ്. N1 U1 is equal to N2 U2, പിന്നെ ഓരോ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, നെക്സ്റ്റ്, ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 9.99 മീറ്റർ മൈനസ് 0.0099 മീറ്റർ. ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ചൊരു ഐഡിയ ഉണ്ട്. എന്താണത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
അഡീഷനും സബ്ട്രാക്ഷനും ആണെങ്കിൽ ഫൈനൽ ആൻസർ ഷുഡ് റീറ്റെയിൻ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ. അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ഫൈനൽ ആൻസർ ഷുഡ് റീറ്റെയിൻ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ. ഫൈനൽ ആൻസറിൽ ആർക്കാണ് ഏറ്റവും കുറവ് ഡെസിമൽ ഉള്ളത് അതായിരിക്കണം ഫൈനൽ ആൻസറിൽ വരേണ്ടത്. സോ ഇവിടെ 2 ഡെസിമൽ ഉണ്ട്, ഇവിടെ 1, 2, 3, 4 ഡെസിമൽ ഉണ്ട്. സോ ഫൈനൽ ആൻസറിൽ 2 ഡെസിമലേ വരാൻ പാടുള്ളൂ. സോ ഇവിടെ 4 ഡെസിമൽ ഉണ്ട്, ഇവിടെ 3 ഡെസിമൽ ഉണ്ട്, ഇവിടെ 1 ഡെസിമൽ ഉണ്ട്, ഇവിടെ 2 ഡെസിമൽ ഉണ്ട്. സോ ഫൈനൽ ആൻസർ ഷുഡ് റീറ്റെയിൻ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ. ദെൻ പൊസിഷൻ ഓഫ് എ ബോഡി വിത്ത് ആക്സലറേഷൻ a is given by x is equal to k into a raised to m into t raised to n where t is in time. Find the value of m and n. അപ്പോൾ പൊസിഷൻ എന്ന് പറഞ്ഞ സാധനം k ഇൻറ്റു ആക്സിലറേഷൻ റേസ് ടു എം ടൈം റേസ് ടു എൻ ആണ്. നമുക്കിവിടെ അറിയാം k ഇൻറ്റു ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -2 ഓൾ റേസ് ടു എം, ടൈമിൻ്റെ ഡയമെൻഷൻ എൻ ആണ്, ടി ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ k ഇൻറ്റു എൽ റേസ് ടു എം ടി റേസ് ടു -2m ഇൻറ്റു ടി റേസ് ടു എൻ വരും. അടുത്ത സ്റ്റെപ്പിൽ k എൽ റേസ് ടു എം ടി റേസ് ടു -2m പ്ലസ് n വരും. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എൽ ആണ്, അപ്പോൾ ടി എത്രയാണ് 0 ആണ്. സോ എല്ലിൻ്റെ പവർ 1ഉം ടിയുടെ പവർ 0ഉമാണ്. സോ എം is equal to 1, അതായത് ലെങ്ത്തിൻ്റെ പവേഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു, ടൈമിൻ്റെ പവേഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എം 1 വരും, -2m പ്ലസ് n 0 വരും. എം 1 ആയതുകൊണ്ട് -2 × 1 പ്ലസ് n 0 വരും. സോ -2 പ്ലസ് n 0 വരും. n is equal to -2 അങ്ങോട്ട് പോകുമ്പോൾ +2 ആവും. സോ എം 1ഉം n 2ഉം വരും. എം 1 n 2, എം 1 n 2 വരുന്ന ആൻസർ ഏതാ? ഓപ്ഷൻ 2 വരും. ഓപ്ഷൻ 2. യെസ്. ഇൻ ദ റിലേഷൻ y is equal to a cos omega t minus k, the dimension formula for k is, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എന്താണത്? കെയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഈ കോസ് കഴിഞ്ഞ് വരുന്ന ഈ സാധനത്തിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. സോ ഒമേഗ ടിയെ നിങ്ങൾക്ക് 1 കൊടുക്കാം, അല്ലെങ്കിൽ കെ എക്സ് 1 കൊടുക്കാം. ഇവിടെ ചോദിച്ചത് കെ ആയതുകൊണ്ട് 1/x വരും. എക്സ് ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ആയതുകൊണ്ട് എൽ റേസ് ടു -1 വരും. ഇതിനെ നമുക്ക് എം റേസ് ടു 0 എൽ റേസ് ടു -1 ടി റേസ് ടു 0 എന്നുള്ള ഫോർമാറ്റിൽ എഴുതാൻ വേണ്ടി പറ്റും. സോ എം റേസ് 0 എൽ റേസ് ടു -1 ടി റേസ് ടു 0. ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഡയമെൻഷൻ ഓഫ് കോയിഫിഷ്യൻ ഓഫ് വിസ്കോസിറ്റി ആർ എം എൽ റേസ് ടു -1 ടി റേസ് ടു -1 ബൈ ഹാർട്ട് പഠിക്കാൻ പറഞ്ഞ ലോജിക്കാണ്. ദെൻ ദ റെസ്പെക്റ്റീവ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഫോർ ദ നമ്പേഴ്സ്. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് നോക്കുക. ഇതിൽ എത്ര ഉണ്ട്? 5, ഇതിൽ 1, ഇതിൽ 2. സോ ഇതിൽ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, ഇതിൽ 1 ആണ്, ഇതിൽ 2 ആണ്. സോ 5, 1, 2. സോ ദ ആൻസർ ഈസ് 2. Given f is equal to a/t plus bt square, where f denotes force and t time, the dimensions of a and b are respectively എന്നാണ് ചോദ്യം. സോ നിങ്ങൾ ആലോചിക്കൂ, നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരൂ. നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പ്രകാരം നമ്മൾ പഠിക്കുന്നുണ്ട് ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് മസ്റ്റ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് a/t. സോ a എന്ന് പറഞ്ഞാൽ f ഇൻറ്റു ടൈമാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം എം എൽ ടി റേസ് ടു -2, ടൈമിൻ്റെ ഡയമെൻഷൻ ടി ആയതുകൊണ്ട് ദ ആൻസർ വിൽ ബി എം എൽ ടി റേസ് ടു -1. സോ എയുടെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു -1 വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ദ ആൻസർ വിൽ ബി, ഒരൊറ്റ ഓപ്ഷനിൽ നിങ്ങൾ എയുടെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു -1 വരുന്നുള്ളൂ. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 1 ആയിരിക്കും. വേണമെങ്കിൽ നമുക്കൊന്ന് രണ്ടാമത്തവും കണ്ടുപിടിക്കാം. കാരണം ഡയമെൻഷൻ ഓഫ് ബി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. ബി ഇസ് ഈക്വൽ ടു f/t സ്ക്വയർ ആണ്. സോ ഡയമെൻഷൻ കൊടുക്കുമ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു -2, ടൈം ടി സ്ക്വയർ വരും. ഈ ടി സ്ക്വയർ മുകളിലേക്ക് വരുമ്പോൾ എം എൽ ടി റേസ് ടു -2 ഇൻറ്റു ടി സ്ക്വയർ മുകളിലേക്ക് വരുമ്പോൾ ടി റേസ് ടു -2, ടി റേസ് ടു എന്ത് വരും? ടി റേസ് ടു -2. സോ അടുത്ത സ്റ്റെപ്പിൽ എം എൽ ടി റേസ് ടു -4, എം എൽ ടി റേസ് ടു -4. ആൻസർ ഈസ് ഓപ്ഷൻ 1. ശരിക്കും ഓപ്ഷൻ എ മാത്രം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. Question number 19. The angle 1 minute in radian is equal to, the angle 1 minute 1 degree 1.75 into 10 raised to -2 radian ആണ്. 1 degree 1.75 into 10 raised to -2 radian ആണ്. 1 minute എന്ന് പറഞ്ഞാൽ 2.91 into 10 raised to -4 radian ആണ്. 1 second എന്ന് പറഞ്ഞാൽ 4.85 into 10 raised to -6 radian ആണ്. ഇത്രയും റിസൾട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. സോ ഇവിടെ 1 minute എന്ന് പറഞ്ഞാൽ 2.91 into 10 raised to -4. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. സോ 19 ക്വസ്റ്റ്യൻ ഓപ്ഷൻ 1 ആണ്, 18 ക്വസ്റ്റ്യൻ ഓപ്ഷൻ 1 ആണ് അല്ലേ. ഈ റിസൾട്ടുകൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഡയമെൻഷൻ ഓഫ് സ്ട്രെസ് ആർ, സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആസ് ദാറ്റ് ഓഫ് പ്രഷറാണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. സോ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു -2 ഏരിയ എൽ സ്ക്വയർ. കട്ട് ചെയ്താൽ എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. സോ സ്ട്രെസ്സിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ ഡയമെൻഷൻ സെയിം ആണ്. ദ ആൻസർ ഈസ് എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. എ മാൻ ലീവ്സ് ഈസ് ഹൗസ് ഫോർ എ സൈക്കിൾ റൈഡ്.
he comes back to his house after an hour after covering a distance of 1 kilometer. ഒരാൾ വീട്ടിൽ നിന്ന് എവിടേക്ക് പോകുന്നു? ഒരു സൈക്കിൾ റൈഡ് പോകുന്നു. ഇയാൾ വീട്ടിൽ നിന്ന് പോയി, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ച് വീട്ടിലെത്തി. 1 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും 1 കിലോമീറ്റർ യാത്ര ചെയ്ത് തിരിച്ചു വന്നു. ആവറേജ് വെലോസിറ്റി അല്ലേ? എടാ മക്കളെ, ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം അല്ലേ? ഒരാൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു തിരിച്ച് വീട്ടിലെത്തി എന്ന് പറഞ്ഞാൽ അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? 0. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? 0 ഡിവൈഡ് ബൈ സമയം ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 0 തന്നെയല്ലേ? സോ ഒരാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി മസ്റ്റ് ബി 0. ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ആവും എപ്പോൾ? ഫോർ 1 ഡയമെൻഷൻ മോഷൻ. ഡിസ്റ്റൻസും ഒരാൾ ഡയറക്ഷൻ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ കുറയും. സോ ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഈക്വൽ ടു ഓർ മോർ ദാൻ 1 ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. എ ബോഡി മൂവ്സ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ വിത്ത് വെലോസിറ്റി v1 ഫോർ 1/3 ടൈം ആൻഡ് റിമൈനിങ് ടൈം വിത്ത് v2. ഫൈൻഡ് ആവറേജ് വെലോസിറ്റി. അപ്പോൾ നമ്മളോട് പറയുന്നത് ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ എയിൽ നിന്ന് സി വരെ പോയ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ടൈമിൻ്റെ 1/3 ആണ്. പോയ സ്പീഡ് v1 ആണ്. ബാക്കി സമയം കൊണ്ട് പോയത് 2t/3. എടാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് t/3. അതായത് എ നിന്ന് ബിയിലേക്കുള്ള മൊത്തം സമയം ടി ആണെന്ന് വിചാരിക്കും. എ നിന്ന് ബിയിലേക്കുള്ള മൊത്തം സമയം t/3 ആണ് ഇവിടെ പോയതെങ്കിൽ ബാക്കി എത്രയാണ്? 2t/3 ആയിരിക്കും. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് ടി കിട്ടണം. അതാ ലോജിക്ക്. അല്ലെങ്കിൽ ടിയിൽ നിന്ന് നിങ്ങൾ t-3 കുറച്ചാൽ നിങ്ങൾക്ക് ബാക്കി സമയം കിട്ടും. അപ്പോൾ എ നിന്ന് സിയിലേക്ക് t/3 സമയം കൊണ്ട് പോയ സ്പീഡ് v1 ആണെങ്കിൽ ബാക്കിയുള്ള സമയം എന്ന് പറഞ്ഞാൽ 2t/3 ആണ്. ആ പോയ സ്പീഡ് v2 ആണ്. സോ വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ എ സ്ട്രേറ്റ് ലൈൻ മോഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് അതായത് s1 പ്ലസ് s2 ഡിവൈഡ് ബൈ t1 പ്ലസ് t2 ആണ്. ഇവിടെ s1 എന്ന് പറഞ്ഞെനിക്ക് തന്നിട്ടില്ല. സോ s1 എന്ന് പറഞ്ഞാൽ ഇവിടെ v1 ഇൻറ്റു t/3. വാട്ട് ഈസ് s2? v2 ഇൻറ്റു 2t/3. ശരിക്കും ഈ ഇക്വേഷൻസ് ആ സമയത്ത് എക്സാം ഹോളിൽ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ട് ഇത് ആ ചോദ്യമാണല്ലേ, നമ്മൾ പഠിച്ച ചോദ്യമാണ്, ഇത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെങ്കിൽ ദാറ്റ്സ് ഗുഡ്. സോ s1 എന്ന് പറയുമ്പോൾ v1 ഇൻറ്റു t/3 പ്ലസ് s2 എന്ന് പറയുമ്പോൾ v2 ഇൻറ്റു 2t/3. ഈ 2 ചെറുതാട്ടോ. ഡിവൈഡ് ബൈ t1 പ്ലസ് t2. t/3 പ്ലസ് 2t/3 കൂട്ടിയാൽ നമുക്ക് ടി ആ കിട്ടുക. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ടോട്ടൽ സമയം ടി ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ടി കോമൺ ആക്കി എടുത്താൽ ഇവിടെ v1/3 ഉണ്ടാവും, ഇവിടെ 2v2/3 ഉണ്ടാവും, താഴത്തൊരു ടൈം ഉണ്ടാവും. ഈ ടൈമും കട്ട് ചെയ്താൽ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? v1/3 പ്ലസ് 2v2 ഡിവൈഡ് ബൈ 3. v1/3 പ്ലസ് 2v2 ഡിവൈഡ് ബൈ 3. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. 23rd ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 24. Which of the following graph cannot possibly represent one dimension motion of the particle? One dimension motion of the particle നമ്മൾ പറയുന്നുണ്ട് ഫോർ എ ടൈം. ഒരു സിംഗിൾ ടൈമിൽ 2 വാല്യൂസ് പറ്റില്ല. ഇവിടെ നോക്കുക, ഇവിടെ ടി എന്നുള്ള സമയത്ത് ഇവിടെ ഒരു പൊസിഷൻ ഉണ്ട്, ഇവിടെയും ഒരു പൊസിഷൻ ഉണ്ട്. ഇത് 1 ഡയമെൻഷൻ മോഷൻ റെപ്രസെൻറ്റ് ചെയ്യില്ല. അതേപോലെ ഇവിടെ നോക്കുക, ഇവിടെ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു സമയത്ത് ഇവിടെയും ഒരു പൊസിഷൻ ഉണ്ട്, ഇവിടെയും ഒരു പൊസിഷൻ ഉണ്ട്. 2 പൊസിഷൻസ് ഒരു ടൈമിൽ നമുക്ക് പോസിബിൾ അല്ല ഫോർ 1 ഡയമെൻഷൻ മോഷൻ. ഓക്കെ. പിന്നെ സ്പീഡിൻ്റെ ഗ്രാഫും ടൈമും നമ്മളെ ഗ്രാഫ് നോക്കുമ്പോൾ സ്പീഡ് ഒരിക്കലും എന്താവില്ല? നെഗറ്റീവ് ആവില്ല. പക്ഷേ ഇവിടെ നോക്കുക, ഇവിടെ സ്പീഡിൻ്റെ വാല്യൂ നോക്കുക, നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. സ്പീഡ് വാല്യൂ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. സോ ഈ ഗ്രാഫും പറ്റില്ല. സോ ഇതൊന്നും ശരിയായുള്ള ഗ്രാഫല്ല. സോ ഓൾ ഓഫ് ദിസ്, ഇതിൽ ഒരു ഗ്രാഫും 1 ഡയമെൻഷൻ മോഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഐഡിയ ആണ്. ഇതൊരു NCERTയിലുള്ള ചോദ്യമാണ്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ. S is equal to 3t³ പ്ലസ് 7t² പ്ലസ് 5t പ്ലസ് 8 ആണ്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ വെലോസിറ്റി കിട്ടണമെങ്കിൽ ഇതിനെ ഒരു പ്രാവശ്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ ആൻസർ കിട്ടുക? 3t³ ചെയ്താൽ 9t², 7t² ചെയ്താൽ 14t, 5t ചെയ്താൽ 5, 8 ചെയ്താൽ 0. സോ ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ ഈ വെലോസിറ്റി ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഈ കിട്ടിയ ആൻസറിന് ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 9t² ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 18t. 14t ചെയ്താൽ 14. നമ്മളൊരു 100 പ്രാവശ്യം ഇതേ മോഡൽ കുറേ എക്സാമ്പിൾസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടല്ലേ. സോ വാട്ട് ഈസ് ആക്സിലറേഷൻ? 18t പ്ലസ് 14 ആണ്. ഇവിടെ ടിക്ക് നിങ്ങൾ 1 സെക്കൻഡ് കൊടുത്താൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ 18 × 1 + 14 വരും.
18 plus 14 എന്ന് വരും. That will give 32. 32 meter per second square is the right answer. Answer is option 3. Next, a car travels half the distance with a constant velocity of 40 km per hour and the remaining half with a constant velocity of 60 km per hour. The average velocity of the car in kilometer per hour. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്നു. ആദ്യ പകുതി പോകുന്ന സ്പീഡ് 40 ആണ്, രണ്ടാമത്തെ പകുതി പോകുന്നത് 60 ആണ്. സോ ആദ്യ പകുതി പോകുന്ന സ്പീഡ് V1 ആണ്, രണ്ടാമത്തെ പകുതി പോകുന്ന സ്പീഡ് V2 ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഫോർ എ വൺ ഡയമെൻഷൻ മോഷൻ. ആവറേജ് വെലോസിറ്റി ഓർ ആവറേജ് സ്പീഡ് എന്താണത്? 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2. സാർ ഈ റിലേഷൻ എവിടെ നിന്ന് വന്നു? നമ്മൾ പഠിച്ച റിലേഷനാണ്. ഒരു വൺ ഡയമെൻഷൻ മോഷനിൽ ആദ്യ പകുതി കവർ ചെയ്യുന്ന സ്പീഡ് V1 ഉം രണ്ടാമത്തെ പകുതി കവർ ചെയ്യുന്ന സ്പീഡ് V2 ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 നമ്മളൊരു 100 പ്രാവശ്യം പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ 2 ഇൻറ്റു വാട്ട് ഈസ് v1 40, v2 എത്രയാണ് 60. അപ്പോൾ അടുത്തത് 40 പ്ലസ് 60. സോ അടുത്ത സ്റ്റെപ്പിൽ 2 ഇൻറ്റു 40 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 40 പ്ലസ് 60 100 അല്ലേ? ഈ സീറോയും ഈ സീറോയും ഈ സീറോയും ഈ സീറോയും കട്ട് ചെയ്താൽ ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 2 ഇൻറ്റു 4 ഇൻറ്റു 6. 6 into 4, 24. 24 into 2, answer is 48 km per hour. Answer is option 3. The displacement time graph of two bodies A and B are shown in figure. The ratio of velocity of A to velocity of B. നമുക്കറിയാം ഇവിടെ വെലോസിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ tan θ1 ആണ്. tan θ1 എന്ന് പറയുമ്പോൾ tan 30 ആണ്. ദെൻ വാട്ട് ഈസ് വെലോസിറ്റി ഓഫ് ബി? ബി എന്ന് പറഞ്ഞാൽ tan 60 ആണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ്. ഇപ്പോൾ സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ്, സ്ലോപ്പ് ഓഫ് എസ് ടി ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി. സോ ഇവിടുത്തെ ചോദ്യം ഇതിൻ്റെ റേഷ്യോ അല്ലേ? സോ വെലോസിറ്റി ഓഫ് എ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ tan 30 ഡിവൈഡ് ബൈ tan 60. വാട്ട് ഈസ് tan 30? sin 30 1/2, cos 30 √3/2, tan 30 1/3, tan 60 √3/1. സോ അടുത്ത സ്റ്റെപ്പിൽ 1/√3 ഇൻറ്റു 1/√3. കാരണം ഇത് തല തിരിച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കിട്ടും 1/3 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3, 1/3. ക്ലിയർ അല്ലേ? അപ്പോൾ സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി, സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് ഗീവ്സ് ആക്സലറേഷൻ, ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, the VT graph of a body moving in a straight line shown in the figure. The displacement and distance traveled by the body in 6 seconds. സോ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും. ഇപ്പോൾ ആദ്യം നമുക്കറിയാം വി ടി ഗ്രാഫിൻ്റെ അണ്ടറിലുണ്ടാവുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലേ. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് റെക്റ്റാങ്കിൾ ആണ്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം 2 ആണ്. 2 ഇൻറ്റു ഈ ഹൈറ്റ് എത്രയാണ്? 4 ആണ്. അപ്പോൾ 2 ഇൻറ്റു 4 ഇവിടെ. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം 4 നിന്ന് 6ലേക്കുള്ള ദൂരം 2 ആണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം 2 ആണ് അല്ലേ? 4 - 2 2 ആണ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. സോ നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും ഇവിടെ 8 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെയും 4 ആണ് അല്ലേ? ഇനി ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യം വരുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ മുകളിലത്തെ ആളുകൾ പോസിറ്റീവ്, താഴെയുള്ള ആൾ നെഗറ്റീവ്. അപ്പോൾ മുകളിലത്തെ ആൾ പോസിറ്റീവ് ആകുമ്പോൾ ഇത് 8, ഇത് 4, 12. അതിൽ നിന്ന് 4 പോയാൽ അപ്പോൾ 8 തന്നെ വരും. സോ ഡിസ്പ്ലേസ്മെൻ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ സൈൻ ശ്രദ്ധിക്കണം. ഡിസ്പ്ലേസ്മെൻ്റ് ആവുന്ന സമയത്ത് 8ഉം 4ഉം 4 കുറച്ചാൽ എത്ര വരും? 8 തന്നെ വരിക. പക്ഷേ ഡിസ്റ്റൻസ് ആവുന്ന സമയത്തോ? ഡിസ്റ്റൻസ് ആവുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. സോ 8നോട് 4 കൂട്ടിയാൽ 12, 12നോട് 4 കൂട്ടിയാൽ 16. സോ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എല്ലാം ആഡ് ചെയ്യണം. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ മുകളിലുള്ള ആളുകൾ പോസിറ്റീവും താഴെയുള്ള ആൾ നെഗറ്റീവായിട്ട് നിങ്ങൾ സൈൻ ആഡ് ചെയ്യണം. മുകളിലത്തെ 2 ആൾക്കാർ പോസിറ്റീവ്, താഴെയുള്ള ആൾ നെഗറ്റീവ് ഇഫ് ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് ആണെങ്കിൽ എല്ലാത്തിനെയും മാഗ്നിറ്റ്യൂഡ് എടുത്ത് ആഡ് ചെയ്യുക. സോ ഇവിടെ ചോദ്യം ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് 8ഉം ഡിസ്റ്റൻസ് 16ഉം. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 1 വരും. Question number 29. Area under VT graph for a particle in a given interval of time is represent displacement. Area under VT graph gives displacement. ഇനി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. നെക്സ്റ്റ്, given force is equal to alpha divided by density plus beta q. What are dimension of alpha and beta? ഒരു ഇക്വേഷൻ്റെ ഡിനോമിനേറ്ററിലോ ന്യൂമറേറ്ററിലോ ഒരു പ്ലസ് ഓർ മൈനസ് സൈൻ വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ബീറ്റ ക്യൂബ് എന്ന് പറഞ്ഞ ആളുടെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. താഴത്തുള്ള രണ്ടാളുടെ ഡയമെൻഷൻ സെയിം ആയിരിക്കും. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്ത്? ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ml⁻³ is equal to ബീറ്റ ക്യൂബ്. സോ വാട്ട് ഈസ് ബീറ്റ? ml⁻³ all raised to 1/3 വരും.
അപ്പോൾ അടുത്ത പവറിൽ m⁻⁴ വരും, അതേപോലെ l⁻⁻1 വരും. ദിസ് ഇസ് ദ ഡയമെൻഷൻ ഓഫ് ബീറ്റ. m⁻⁴ ആൻഡ് l⁻⁻1 രണ്ട് ഓപ്ഷൻസ് അങ്ങനെ വരുന്നുണ്ട് അല്ലേ. ഇനി ആൽഫയുടെ ഡയമെൻഷൻ എന്ന് ചോദിച്ചാൽ എന്താ വരിക? ഫോഴ്സ് ഇസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡ് ബൈ ഡെൻസിറ്റിയാണ്. ആൽഫ ഡിവൈഡ് ബൈ ഡെൻസിറ്റിയാണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡ് ബൈ ഡെൻസിറ്റി, അല്ലെങ്കിൽ ആൽഫ ഡിവൈഡ് ബൈ ബീറ്റ ക്യൂബ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. സോ വാട്ട് ഈസ് ആൽഫ? ആൽഫ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡെൻസിറ്റി. മക്കളെ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇൻ കേസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ 1-2 പ്രാവശ്യം നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അതാണ് നമ്മൾ ഈ എക്സാംസിലൂടെ പ്രിഫർ ചെയ്ത് പഠിച്ചു വരേണ്ട കാര്യങ്ങൾ. എക്സാമുകളിൽ നമുക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റി, ഇനി എക്സാമുകളിൽ നമുക്ക് തെറ്റിപ്പോയ ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ വേണ്ടി പറ്റി, അതെങ്ങനെ ഞാൻ റിയലൈസ് ചെയ്തു, എങ്ങനെ ഞാൻ എൻ്റെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്തു, അതാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരേണ്ടത് കേട്ടോ. സോ ഫോഴ്സ് mLT⁻², ഡെൻസിറ്റി ml⁻⁻3. സോ എമ്മും m², l⁻⁻1, l⁻⁻3, l⁻⁻2 ആൻഡ് t⁻². സോ m² l⁻⁻2 t⁻². സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. 30th ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ 3. സിമ്പിൾ അല്ലേ? 30th ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ 3. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 31. y is equal to a sin 2π vt by k, where v is the velocity at an instant t. For the equation should be dimensionally correct. What should be the dimension of k? നമുക്കറിയാം ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ ഈ സൈന് കഴിഞ്ഞ് വരുന്ന ആൾക്ക് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല, 1 ആയിരിക്കാം. ഈ 2π കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. സോ k എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും v ഇൻറ്റു ടി ആണ്. കാരണം k ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2π കോൺസ്റ്റൻ്റ് ആണെങ്കിൽ v ഇൻറ്റു ടി വരും. സോ v ഇൻറ്റു ടി വരുമ്പോൾ വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി l⁻⁻1. വാട്ട് ഈസ് ടൈം? t. സോ കട്ട് ചെയ്താൽ ഇത് t⁻⁻1ഉം ടിയും മൾട്ടിപ്ലൈ ചെയ്താൽ t⁻0, അതിൻ്റെ വാല്യൂ 1 ആണ്. സോ ഡയമെൻഷൻ വിൽ ബി L വരും. സോ ആൻസർ വിൽ ബി L. 31st ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ 2. നെക്സ്റ്റ്, ദ മാസ് ആൻഡ് വോളിയം ഓഫ് എ ബോഡി are 4.237 gram and 2.5 centimeter cube respectively. The density of the material of the body in correct significant figures. നമുക്കറിയാം ഇൻ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡ് ബൈ വോളിയം ആണ്. വാട്ട് ഈസ് മാസ്? മാസ് 4.37 ഡിവൈഡ് ബൈ വാട്ട് ഈസ് വോളിയം? 2.5 ആണ്. ഇത് മൊത്തം ഇരുന്ന് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ഇതിൻ്റെ ലോജിക്കാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അഡീഷനും സബ്ട്രാക്ഷനും ആണെങ്കിൽ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആണെങ്കിൽ, ഇൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിരിക്കണം. ഫൈനൽ ആൻസർ ഷുഡ് റീറ്റെയിൻ, ഫൈനൽ ആൻസറിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളതായിരിക്കണം ഉണ്ടാവേണ്ടത്. സോ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 2 ആണ്, ഇവിടുത്തത് 4 ആണ്. സോ ഫൈനൽ ആൻസറിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ വരാൻ പാടുള്ളൂ. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്ന ഓപ്ഷൻ കണ്ടുപിടിക്കൂ. 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്ന ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. കാരണം 1.7 ഇവിടെ 2 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്. സോ ഫൈനൽ ആൻസറിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്ന ഒരേ ഒരു ഓപ്ഷൻ, അത് ഓപ്ഷൻ 3 ആണ്. The SI unit of a physical quantity is Pascal second. The dimension formula of this quantity will be. എടാ ഫിസിക്കൽ ക്വാണ്ടിറ്റി പാസ്കൽ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പാസ്കൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ടൈം ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പാസ്കൽ ഈസ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ. സോ പ്രഷർ ഇൻറ്റു ടൈം, പ്രഷർ ഇൻറ്റു ടൈം. സോ പ്രഷറിൻ്റെ ഡയമെൻഷൻ എല്ലാവർക്കും അറിയാലോ, ml⁻⁻1 t⁻⁻2 ഇൻറ്റു ടൈം ടി ആണ്. സോ ദ ആൻസർ വിൽ ബിക്കം ml⁻⁻1 t⁻⁻1 എന്നാവും. ഓപ്ഷൻ ഈസ് 1. പാസ്കൽ സെക്കൻഡ്, പാസ്കൽ എന്ന് പറയുന്നത് പ്രഷറിൻ്റെ യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. സോ പാസ്കൽ സെക്കൻഡ് എന്ന് പറയുമ്പോൾ പ്രഷർ ഇൻറ്റു ടൈം, പ്രഷറിൻ്റെ ഡയമെൻഷൻ പഠിച്ചിരിക്കണം, ഇൻറ്റു ടൈം ചെയ്താൽ മതി. ആൻസർ വിൽ ബി ഓപ്ഷൻ 1. ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 11.118 ഇൻറ്റു 10⁻⁻6. 10ൻ്റെ പവർ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. 11.118 ആകുമ്പോൾ 2, 3, 4, 5 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ ദർ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി? ഇതിൽ ആർക്കാണ് യൂണിറ്റ് ഇല്ലാത്ത ക്വാണ്ടിറ്റി എന്ന ചോദ്യം. സ്ട്രെസ്സിന് യൂണിറ്റ് ഉണ്ട്, പ്രഷറിൻ്റെ യൂണിറ്റ്, പ്രഷർ ബൈ ഏരിയ ആണ് സ്ട്രെസ്. ആംഗിളിന് യൂണിറ്റ് റേഡിയൻ ഉണ്ട്. റിലേറ്റീവ് വെലോസിറ്റി, വെലോസിറ്റി ഡിഫറൻസ് ആണ് റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റിക്ക് യൂണിറ്റ് ഉണ്ട്, മീറ്റർ പെർ സെക്കൻഡ് ആണ് റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. സോ യൂണിറ്റ് ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അത് റിലേറ്റീവ് ഡെൻസിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ബിയിലെ ചോദ്യങ്ങളാണ്. ഈ സെക്ഷൻ ബിയിൽ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. സെക്ഷൻ ബിയിൽ 15 ക്വസ്റ്റ്യൻസുകളുണ്ടാവും, അതിൽ 10 അറ്റൻഡ് ചെയ്താൽ മതി. എ ബോഡി ഓഫ് മാസ് em മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ കവേഴ്സ് ഹാഫ് ദ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 2 മീറ്റർ പെർ സെക്കൻഡ്. ഇതൊരു ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. ലിസൺ, ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു, ആദ്യ പകുതി കവർ ചെയ്ത സ്പീഡാണ് v1. ഈ v1 2 ആണെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. ഫൈൻ, ദർ ഇസ് നോ ഇഷ്യൂ.
ബാക്കി പകുതി കവർ ചെയ്യുന്ന സ്പീഡ് V2 നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി ഒരു ആവറേജ് സ്പീഡ് ഓഫ് ദ വൺ ഡയമെൻഷൻ മോഷൻ ജേണി എന്താ വരിക 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 എന്ന് വരും. 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 വരും. പക്ഷേ ഇവിടെ എന്ത് പറയുന്നില്ല, രണ്ടാമത്തെ പകുതി കവർ ചെയ്യുന്ന സ്പീഡിനെ പറ്റിയല്ല പറയുന്നത്. രണ്ടാമത്തെ പകുതി കവർ ചെയ്തിരിക്കുന്നത് 2 ഈക്വൽ ടൈം ഇൻ്റർവെല്ലാണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ സിന്ന് ബിയിലേക്ക് പോകുന്നു. ഇവിടെ നിന്ന് കവർ ചെയ്ത സ്പീഡ് v1, ടി സമയം 10 മിനിറ്റ് കൊണ്ട് പോയ സ്പീഡ് v1, അടുത്ത 10 മിനിറ്റ് കൊണ്ട് പോയ സ്പീഡ് v2 എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ 10 മിനിറ്റ് കൊണ്ട് ഞാൻ 30 km/h പോയി, അടുത്ത 10 മിനിറ്റ് ഞാൻ 60 km/h പോവുകയാണെങ്കിൽ ഇവിടുത്തെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് വരെ അറിയോ? ഇവിടുത്തെ ആവറേജ് വാല്യൂ v' എന്ന് പറഞ്ഞാൽ v1 പ്ലസ് v2 ബൈ 2 ആണ്. v1 പ്ലസ് v2 ഡിവൈഡ് ബൈ 2 ആണ്. v1 പ്ലസ് v2 ഡിവൈഡ് ബൈ 2. v1 പ്ലസ് v2 ഡിവൈഡ് ബൈ 2. അതുപോലെയാണ് ഈ ചോദ്യം പറയുന്നത്. ഈ ചോദ്യത്തിൽ പറയുന്നുണ്ട് ഈ രണ്ടാമത്തെ പകുതി ദൂരം ഈക്വൽ ടൈം ഇൻ്റർവെല്ലാണ് കവർ ചെയ്യുന്നത്. ആദ്യ പകുതി 3യും രണ്ടാമത്തെ പകുതി സമയം 5ലാണ് പോകുന്നത്. സോ ഇവിടുത്തെ ആവറേജ് എത്ര വരിക? 3 + 5 ഡിവൈഡ് ബൈ 2. വാട്ട് ഈസ് 3 + 5 ഡിവൈഡ് ബൈ 2? 3 + 5 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 8/2. ദാറ്റ് വിൽ ഗീവ് ദ വാല്യൂ ഓഫ് v2 ഈസ് ഈക്വൽ ടു 4. ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. എന്താണ് പറഞ്ഞിരിക്കുന്ന മെത്തേഡ്? എന്താ? ആദ്യ പകുതി കവർ ചെയ്യുന്നത് 2 ആണ്, രണ്ടാമത്തെ പകുതി കവർ ചെയ്യുന്നത് 2 ഈക്വൽ ടൈമിൽ വിത്ത് ഡിഫറൻസ് സ്പീഡാണ്. രണ്ടാമത്തെ പകുതി പോകുന്നത് ഈക്വൽ ടൈമിലാണ്. അപ്പോൾ ഈക്വൽ ടൈമിൽ പോകുന്നതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 4 കിട്ടും. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? 2 × 2 × 4 ഡിവൈഡ് ബൈ 2 + 4 വരും. 2 × 2 4, 4 × 4 ഡിവൈഡ് ബൈ 6 വരും. 2 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 2ഉം ഇവിടെ 3ഉം വരും. സോ 8/3 കിട്ടും. 8/3 m/s. നമ്മൾ വൺ ഷോട്ട് സീരീസിലൊക്കെ ഈ മോഡൽ ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 37. The acceleration a in meter/s² of a particle is given by a is equal to 3t² plus 2t plus 2 എന്ന് വരും. Where t is in the time, if the particle starts out with a velocity u is equal to 2 m/s at t is equal to 0, the velocity at the end of 2 seconds. 2 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാൻ കാരണം നിങ്ങൾക്ക് ഒരു റിലേഷൻ അറിയുന്നുണ്ടോ നോക്കാനാണ്. ആക്സിലറേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അറിയണം. ആക്സിലറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആക്സിലറേഷനും, വെലോസിറ്റിയെ തിരിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ തിരിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് വെലോസിറ്റിയും കൂടി അറിയാം. വെലോസിറ്റിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആക്സിലറേഷനും, ആക്സിലറേഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് വെലോസിറ്റിയും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് ആക്സിലറേഷൻ? dv ഡിവൈഡ് ബൈ dt ഈസ് ഈക്വൽ ടു 3t² പ്ലസ് 2t പ്ലസ് 2 എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ വാട്ട് ഈസ് dv? dv ഈസ് ഈക്വൽ ടു 3t² പ്ലസ് 2t പ്ലസ് 2 dt എന്ന് വരും. ബോത്ത് സൈഡ്സ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ കൊടുക്കുന്നത് 2 ആണ്. ഫൈനൽ വെലോസിറ്റി നമുക്കറിയില്ല. ഇവിടുത്തെ സമയം 0 ആണ്. ഇവിടുത്തെ ടൈം 2 സെക്കൻഡ് ആണ്. സോ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? 3t² ചെയ്യുമ്പോൾ നമുക്ക് 3t³/3 വരും. ഇവിടെ 2t²/2 വരും. ഇവിടെ 2t വരും. ലിമിറ്റ് 0 to 2 വരും. ഇനി ഇത് സോൾവ് ചെയ്യൂ. നമ്മളിത് ഇൻറ്റഗ്രേഷൻ്റെ ക്ലാസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതൊക്കെ 3 3 2 2 എക്സാമുകളിൽ ചിലപ്പോൾ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വറീഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. ദെൻ ഇൻറ്റഗ്രൽ dv ചെയ്താൽ നമുക്ക് v കിട്ടുക. v ലിമിറ്റ് ഈസ് ഫ്രം 2 to v ഇസ് ഈക്വൽ ടു t³ പ്ലസ് t² പ്ലസ് 2t. ലിമിറ്റ് ഈസ് ഫ്രം 0 to 2. ആദ്യം നിങ്ങൾ അപ്പർ ലിമിറ്റ് കൊടുക്കും. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2³ പ്ലസ് 2² പ്ലസ് 2 × 2. 2³ 8 ആണ്. 2² 4 ആണ്. 12 പ്ലസ് 4 16 എന്ന് വരും. അപ്പോൾ v ഇസ് ഈക്വൽ ടു 2 to v വരും. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇസ് ഈക്വൽ ടു 16. സോ ഫൈനൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു 16 + 2 ദാറ്റ് വിൽ ഗീവ് 18 m/s. സോ മക്കളെ ഈ ചോദ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ നിങ്ങളോട് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ ചോദ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം. അത് ഞാനിത് വേഗം ചെയ്തതായിരിക്കും, പക്ഷേ നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് ചെയ്ത് പഠിക്കണം. ആക്സിലറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇനി ഇനീഷ്യൽ വെലോസിറ്റി തന്നതുകൊണ്ടാണ് ഇവിടെ 2 കൊടുത്തത്. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഒന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ 0 കൊടുത്താൽ മതി, ഒരു വിഷയമില്ല. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഉള്ളതുകൊണ്ട് നിങ്ങൾ ലിമിറ്റിൽ ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്ത് വേണം ചെയ്യാൻ. ഇതുവരെ ചെയ്തതിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ചെയ്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ചോദ്യം ഇതാണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. യെസ്, ഡ്രങ്കാർഡ് മാൻ്റെ ചോദ്യം. ഈ ഡ്രങ്കാർഡ് മാൻ്റെ ചോദ്യം നമ്മൾ NCERTയിൽ കാണുന്നുണ്ട് അല്ലേ. എ ഡ്രങ്കാർഡ് ഈസ് വാക്കിംഗ് അലോങ് എ സ്ട്രേറ്റ് റോഡ്. ഹി ടേക്സ് 5 steps ഫോർവേഡ്.
5 സ്റ്റെപ്പ് മുന്നോട്ടേക്ക് എടുക്കുന്നു. അപ്പോൾ 5 സ്റ്റെപ്പ് മുന്നോട്ടേക്ക് എടുക്കുന്നു, 5 സെക്കൻഡ് എടുക്കുന്നു, 3 സ്റ്റെപ്പ് ബാക്കോട്ടേക്ക് എടുക്കുന്നു. സോ ടോട്ടൽ 8 സെക്കൻഡ് എടുക്കുന്നു. ഇയാൾ കവർ ചെയ്ത ദൂരം 2 മീറ്റർ. അടുത്ത 5 സ്റ്റെപ്പ്, 2നോട് അടുത്ത 5 സ്റ്റെപ്പ് എടുക്കുമ്പോൾ 7 വരും. 7ന് 3 സ്റ്റെപ്പ് ബാക്കോട്ടേക്ക് എടുക്കുമ്പോൾ 4 വരും. ഇവിടെ 8 സെക്കൻഡ് എടുത്തു. അടുത്ത 5 സ്റ്റെപ്പ് ഇയാൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ 4 + 5 ദാറ്റ് വിൽ ഗീവ് 9 വരും. അടുത്ത 3 സ്റ്റെപ്പ് ബാക്കോട്ടേക്ക് എടുക്കുമ്പോൾ 8 സെക്കൻഡ് അതിന് വരും. ഇയാൾ ഇവിടെ എത്തുക 6-ലായിരിക്കും. അടുത്ത 5 സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഇയാൾ 11-ലെത്തും. ഇയാൾ ലെവലിലാണ് പിറ്റുള്ളത്. 11ാമത്തെ മീറ്ററിൽ ഒരു കുഴിയുണ്ട്. സോ 5 സെക്കൻഡ് വരും. സോ 8 + 8 + 8 + 5 24 + 5 29 സെക്കൻഡ് ഇസ് ദ റൈറ്റ് ആൻസർ. കുറേ പ്രാവശ്യം ചെയ്ത് പഠിച്ചതാണ്. ഇനി ഇതിൻ്റെ ഐഡിയ ഒന്നും കൂടി നിങ്ങൾ കേൾക്കണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം, ഒന്നുകൂടി കേൾക്കണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം ഞാൻ പറയുകയാണ്. ലിസൺ, ഇതൊരാൾ, ഇതൊരു ഡ്രങ്ക് മാൻ. ഓക്കെ, 0 1 2 3 4 5 6 7 8 9 10 11. ഈ 11ാമത്തെ മീറ്ററിൽ ഒരു പിറ്റാണ്. ഇതിലേക്ക് ഇയാൾ കാല് വെച്ചാൽ ഇയാൾ താഴത്തേക്ക് വിടും. സോ ഇയാൾ ഓരോ സെക്കൻഡിലും 5 സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കും. 1 2 3 4 5 5 സ്റ്റെപ്പിന് 5 സെക്കൻഡ്. അടുത്ത 3 സ്റ്റെപ്പ് ബാക്കോട്ടേക്ക് എടുക്കുമ്പോൾ ഇയാൾ 2 മീറ്ററിലാണ് എത്തുക. ഇപ്പോൾ ഇയാൾ 5 സ്റ്റെപ്പ് മുന്നോട്ടേക്ക് 3 സ്റ്റെപ്പ് ബാക്കോട്ടേക്ക് എടുക്കാൻ ഇയാൾ എത്ര സെക്കൻഡ് എടുത്തു? 8 സെക്കൻഡ് എടുത്തു. ഇനി അടുത്ത 5 സ്റ്റെപ്പ് ഇയാൾ മുന്നോട്ട് വെക്കുന്നു. 1 2 3 4 5. അടുത്ത 3 സ്റ്റെപ്പ് ബാക്കോട്ട് എടുക്കുമ്പോൾ 1 2 3 ഇയാൾ 4 മീറ്ററിലെത്തി. സോ 5 സ്റ്റെപ്പ് മുന്നോട്ടേക്ക് എടുത്തു, 3 സ്റ്റെപ്പ് ബാക്കോട്ടേക്ക് എടുത്തപ്പോൾ 8 സെക്കൻഡ്. ഇപ്പോൾ 2 പ്രാവശ്യം ഇയാൾ 5 സ്റ്റെപ്പ് മുന്നോട്ട് 3 സ്റ്റെപ്പ് ബാക്കോട്ട് എടുത്തു. അപ്പോൾ 16 സെക്കൻഡായി. ഓക്കെ, ഇയാൾ 4 മീറ്ററിലാണ്. അടുത്ത 5 സ്റ്റെപ്പ് എടുത്തു. 1 2 3 4 5. അടുത്ത 3 സ്റ്റെപ്പ് ബാക്കോട്ടേക്ക് എടുത്തു. അപ്പോൾ ഇയാൾ 6 മീറ്ററിലെത്തി. 6 മീറ്ററിലെത്തി. അപ്പോൾ 8 സെക്കൻഡ് പിന്നെ എടുത്ത്. അപ്പോൾ 8 + 8 + 8 24 സെക്കൻഡായി. ഇനി അടുത്ത 5 സ്റ്റെപ്പ് ഇയാൾ എടുക്കുക. 1 2 3 4 5 അതാ പോകുന്നത്. അടുത്ത 5 സ്റ്റെപ്പ് ഇയാൾ എടുത്താൽ, അടുത്ത ലാസ്റ്റ് 5 സ്റ്റെപ്പ് ഇയാൾ എടുത്താൽ 24 സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത 5ാമത്തെ സെക്കൻഡിൽ ഇയാൾ പിറ്റിലേക്ക് വീണു. പിന്നെ ഇയാൾ തിരിച്ച് നടക്കില്ല. സോ ദാറ്റ് മീൻസ് 29 സെക്കൻഡ് വേണം ഇത് ചെയ്യാൻ. ഈ ടൈപ്പ് ചോദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. മറക്കരുത്, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ദെൻ എ ബോയ് വാക്സ് ടു ഹിസ് സ്കൂൾ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6 കിലോമീറ്റർ with a constant speed 2.5 km/h and walks back with a constant speed of 4 km/h. അതായത് ഒരു കുട്ടി എന്ന് ബിയിലേക്ക് പോയിട്ടുണ്ട്, സ്പീഡ് 2.5 ആണ്. ആ കുട്ടി തിരിച്ചു വന്ന സ്പീഡ് 4 ആണ്. സോ എന്ന് ബിയിലേക്കുള്ള ദൂരവും ബിന്ന് എയിലേക്കുള്ള ദൂരം ഈക്വൽ അല്ലേ? ഈക്വൽ ഡിസ്റ്റൻസ് കവറിങ് വിത്ത് ഡിഫറൻറ്റ് സ്പീഡ് ആണെങ്കിൽ വി ക്യാൻ മൂവ് ടു ദ റിലേഷൻ. ഏതാണത്? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 2v1 v2 divided by v1 plus v2. സോ ഇവിടെ 2 into what is v1 2.5 into v2 എത്രയാണ് 4 divided by v1 plus v2 2.5 plus 4 വരും. അപ്പോൾ 2 into 2.5 into 4 divided by 2.5 plus 4 എന്ന് പറഞ്ഞാൽ 6.5 അല്ലേ? 4 into 2.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 into 10 10 into 2 20. 20/6.5. ആൻസറിൽ 20/6.5 എന്നുള്ള ആൻസർ കിടക്കുന്നില്ല, ഫ്രാക്ഷൻ കിടക്കുന്നുണ്ട്. 6.5 എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡ് ബൈ 13/2 അല്ലേ? 13ൻ്റെ പകുതിയല്ലേ 6.5. ഈ 2 കറങ്ങി മുകളിലേക്ക് പോയാൽ 20 into 2 വരും. 20 into 2/13 വരും. 20 into 2 എന്ന് പറഞ്ഞാൽ 40 40/13. മക്കളെ, ഈ ഒരു ഇക്വേഷനും അറിയാം, ഇതിൻ്റെ ആൻസർ ചെയ്യാനും അറിയാം. പക്ഷേ ഫൈനൽ ആൻസർ ഇങ്ങനെ ആൻസറിലേക്ക് എത്തിക്കണം. ഇതുവരെ എത്തിയ കുട്ടിക്ക് ഇവിടുന്ന് ഈ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നാണ് ഒരു ഒബ്ജക്റ്റീവ് ചോദ്യം നിങ്ങളെ ട്രയൽ ചെയ്യിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ചെയ്ത് സ്പീഡിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നെക്സ്റ്റ്, ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ പാർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ടൈം ഈസ് ഗിവൺ ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഗിവൺ ദാറ്റ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. വെലോസിറ്റിയിലെ ചോദ്യം. സോ എക്സ് ഇസ് ഈക്വൽ ടു 4t² ആണെങ്കിൽ വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx dy/dt. സോ d/dt ഓഫ് 4t² വരും. ദാറ്റ് വിൽ ഗിവ് 8t എന്ന് വരും. ചോദിച്ചത് വെലോസിറ്റി അറ്റ് t ഈസ് ഈക്വൽ ടു 5 അല്ലേ? സോ 8 into 5 ദാറ്റ് വിൽ ഗിവ് 40 m/s ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ ദ ടൈം ഡിപ്പെൻഡൻസ് ഓഫ് സെക്ഷൻ ബി കുറച്ച് ടൈറ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. ടൈം ഡിപ്പെൻഡൻറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഗിവൺ ബൈ p ഈസ് ഈക്വൽ ടു p0 into e raised to, അതായത് പ്രഷർ p ഈസ് ഈക്വൽ ടു p0 e raised to -α_t². p എന്താണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ സൈന് ഫംഗ്ഷൻസിന് പുറമെ സൈൻ തീറ്റയിൽ ഈ സാധനത്തിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അതേപോലെ e raised to θ ആണെങ്കിലും ഈൻ്റെ പവറിന് എന്തുണ്ടാവില്ല? ഡയമെൻഷൻ ഉണ്ടാവില്ല. ഈ റിസൾട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിനും ലോഗ് ഫംഗ്ഷൻസിനും, അതേപോലെ ഇനിയിപ്പോൾ ലോഗ് തീറ്റ എന്നൊന്ന് വിചാരിക്കുക.
ലോഗ് തീറ്റ. അതായത് ലോഗ് കഴിഞ്ഞ് വരുന്ന തീറ്റ, ഈൻ്റെ മുകളിൽ വരുന്ന പവർ, സൈന് കഴിഞ്ഞ് വരുന്ന ആൾക്ക് ഇവർക്കൊന്നും ഡയമെൻഷൻ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ആൽഫ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ 1/t². അപ്പോൾ ഡയമെൻഷൻ t⁻². അപ്പോൾ ആൽഫയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ആസ് എ ഡയമെൻഷൻ ഓഫ് t⁻² എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഡയമെൻഷൻ ഓഫ് t⁻². ഈസി ക്വസ്റ്റ്യൻ. സോ സൈന് കഴിഞ്ഞ് വരുന്ന സാധനം ആയിക്കോട്ടെ, ഈ പറഞ്ഞ എക്സ്പോണൻഷ്യൽ, ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിക്കോട്ടെ, ലോഗ് കഴിഞ്ഞ് വരുന്ന ആൾക്കാരായിക്കോട്ടെ, ഇവർക്കൊന്നും ഡയമെൻഷൻ ആ ആർഗ്യുമെൻറ്റിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. ലിസൺ, ഏരിയ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിരിക്കണം ഫൈനൽ ആൻസർ. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3. ഇതിലോ 2. സോ ഫൈനൽ ആൻസർ ഷുഡ് റിട്ടേൺ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആർക്കുള്ളത്? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്ന ഓപ്ഷൻ 1 ആണ് അല്ലേ? 10ൻ്റെ പവറിന് സിഗ്നിഫിക്കൻസ് ഇല്ല. സോ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്ന ആൻസർ ഓപ്ഷൻ 1 വരും. In CGS system, the magnitude of force is 100I. In another system where the fundamental physical quantities are kilogram, meter and minute, the magnitude of force is. നിങ്ങൾക്കറിയാം ഡൈൻ എന്ന് പറഞ്ഞാൽ CGS സിസ്റ്റത്തിലെ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ്. വാട്ട് ഈസ് ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്? mL(t⁻²). ഇവിടെ m⁻1 L⁻1 വരും അല്ലേ? നമ്മൾ പഠിക്കുന്നുണ്ട് N2 is equal to N1 into m1/m2 all raised to a, L1/L2 all raised to b, T1/T2 all raised to c. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. N1 U1 is equal to N2 U2 ചെയ്യാം. ഞാനിത് വേറെ രീതിയിൽ ചെയ്യുന്നു. സോ ഇവിടെ 100 ഡൈൻ എത്ര പുതിയ യൂണിറ്റിൽ, U2ലെ പുതിയ യൂണിറ്റിൽ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ എമ്മിൻ്റെ പവർ 1 ആണ്, എല്ലിൻ്റെ പവർ 1 ആണ്, സീൻ്റെ പവർ -2 ആണ്. ഓക്കെ, ഇനി 100 ഡൈൻ ആവുന്ന സമയം നമുക്കറിയാം യൂണിറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രാം, മീറ്റർ, സെക്കൻഡ്⁻². സോ ഫസ്റ്റത്തെ സിസ്റ്റം N1 നമുക്ക് 100 എന്ന് കൊടുക്കാം. ഫസ്റ്റത്തെ സിസ്റ്റത്തിൽ ഗ്രാം ആണ്, താഴത്ത് പുതിയ സിസ്റ്റത്തിൽ കിലോഗ്രാം ആണ്, പവർ 1 ആണ്. പിന്നെ CGS സിസ്റ്റത്തിൽ ഗ്രാം സെൻറ്റിമീറ്റർ ആണ് കേട്ടോ, സെൻറ്റിമീറ്റർ ആണ്. പുതിയ സിസ്റ്റത്തിൽ മീറ്റർ ആണ്, അതിൻ്റെ പവറും 1 ആണ്. CGSൽ സെക്കൻഡ് ആണ്, ഇവിടെ എത്രയാണ്? മിനിറ്റ് ആണ്. അപ്പോൾ മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്, all raised to -2. ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റു കേട്ടോ. ഇനി ഒന്നുകൂടി കൺവേർഷൻ ചെയ്യാം നമുക്ക്. അതായത് N2 is equal to 100 into ഗ്രാം, കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം, സെൻറ്റിമീറ്റർ ആണ്, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ. ഇവിടെ സെക്കൻഡ് കട്ട് ചെയ്താൽ 1/60⁻² ഉണ്ടാവും, 60⁻². അടുത്ത സ്റ്റെപ്പിൽ ഈ ഗ്രാം, സെൻറ്റിമീറ്റർ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 100 ഉണ്ട്, താഴത്തൊരു 1000 ഉണ്ട്, പിന്നെ ഒരു 100 ഉണ്ട്. ഈ 60⁻² മുകളിൽ പോയാൽ 60⁻+2 ആവും. ഈ 100ഉം ഈ 100ഉം കട്ട് ചെയ്യാം. അപ്പോൾ 60ൻ്റെ സ്ക്വയർ 3600, 3600 ഡിവൈഡ് ബൈ 1000, 2 0, 36/10. ആൻസർ ഈസ് 3.6. ദ വാല്യൂ ഓഫ് N2 ഈസ് 3.6. ഇത് N1 U1 is equal to N2 U2 ചെയ്യാം, അല്ലെങ്കിൽ N2 is equal to N1 into m1/m2 all raised to a, L1/L2 all raised to b, T1/T2. സാർ ഈ റിലേഷൻ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കരുത്. ബിക്കോസ് കൺവേർഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു യൂണിറ്റിൽ നിന്ന് വേറെ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്താണ്. സോ ആ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് വേണം പറയാൻ. Given that v is speed and r is radius and g is acceleration due to gravity, which of the following is dimensionless എന്ന ചോദ്യം. ഡയമെൻഷൻ ഇല്ലാത്ത ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ പറയുന്നുണ്ട് v ആണ്. ഒന്ന് v, ഒന്ന് വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1, ഒന്ന് r അതിൻ്റെ ഡയമെൻഷൻ L, ഒന്ന് g എന്താ LT⁻². ഈ 3 ആളുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ആർക്കാണ് ഡയമെൻഷൻ ഇല്ലാത്തതെന്നാണ് ചോദ്യം. സോ ആ മൂവിങ് ടു ഫസ്റ്റ് ഓപ്ഷൻ എന്താ? v²/rg. സോ വിയുടെ ഡയമെൻഷൻ LT⁻⁻1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ L ഇൻറ്റു ജി എന്താ? LT⁻². ഇവിടെ L² വരും, T⁻² സ്ക്വയർ ചെയ്താൽ താഴത്ത് L² T⁻². അപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് വരും? m⁻0 L⁻0 T⁻0. ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. ഓപ്ഷൻ 1 തന്നെ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ആൻസറായി. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഈസി. ഓപ്ഷൻ 1 എടുത്ത് നോക്കുക, അതിന് ഡയമെൻഷൻ ഉണ്ടോ നോക്കുക. ഓപ്ഷൻ 1 ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഡയമെൻഷൻ ഇല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓപ്ഷൻ 1 എടുത്ത് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഡയമെൻഷൻ ഇല്ല എന്ന് മനസ്സിലായി. സോ ഓപ്ഷൻ 1 ആണ് ആൻസർ. എങ്ങനെയാണ് നിങ്ങൾ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 45. The dimensional formula ml⁻⁻1 T⁻² does not represent a physical quantity. ഇത് പ്രഷറാണ്.
പ്രഷർ തന്നെയാണ് സ്ട്രെസ് തന്നെയാണ് യങ്സ് മോഡുലസ്. ഇത് നിങ്ങൾ പഠിക്കും, അതായത് നമ്മുടെ സോളിഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും യങ്സ് മോഡുലസ്. പക്ഷേ ഓപ്ഷൻ വായിച്ച് നോക്കുമ്പോൾ ലോജിക്കൽ ഒരു കുട്ടി വളരെ പെട്ടെന്ന് ആൻസർ പറയും. യങ്സ് മോഡുലസ്, സ്ട്രെസ്, പ്രഷർ, സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. സ്ട്രെയിൻ എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അപ്പോൾ സ്ട്രെയിൻ എന്നുള്ള ആൾക്ക് ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് ഡയമെൻഷൻ അല്ല, ഇയാൾ ഡയമെൻഷൻ ആവില്ല. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 3. If the dimensions of a physical quantity are given by m raised to a, l raised to b, t raised to e, then the physical quantity will be. പ്രഷറിൻ്റെ ഡയമെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഡയമെൻഷൻ ഓഫ് പ്രഷർ ml raised to -1, t raised to -2. സോ എൻ്റെ വാല്യൂ 1, ബീൻ്റെ വാല്യൂ -1, സീൻ്റെ വാല്യൂ -2. സോ പ്രഷർ എന്നല്ലേ വരിക? പ്രഷറിൻ്റെ ഓപ്ഷൻ നോക്കുമ്പോൾ എൻ്റെ വാല്യൂ 1, ബീൻ്റെ വാല്യൂ -1, സീൻ്റെ വാല്യൂ -2. വെലോസിറ്റി എന്താ? വെലോസിറ്റി LT raised to -2. അപ്പോൾ ഇവിടെ m. അപ്പോൾ എൻ്റെ വാല്യൂ 0, ബീൻ്റെ വാല്യൂ 1, സീൻ്റെ വാല്യൂ -2. നോക്കുക, വെലോസിറ്റി തെറ്റല്ലേ കൊടുത്തിരിക്കുന്നത്. A1 എന്ന് പറയാൻ മാസ് ഉണ്ടെന്ന് അർത്ഥം. അത് റോങ്ങാ. മാസ് ഒരിക്കലും ഇല്ലല്ലോ വെലോസിറ്റിൻ്റെ റിലേഷനിൽ. ദെൻ ഇതും ഒരു സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. ദ ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ. പക്ഷേ നിങ്ങൾ ഈ 36 to 450 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെയ്യാൻ കോൺഫിഡൻ്റ് ഉള്ള 10 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ടഫായിട്ട് തോന്നുന്ന 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലീവ് ചെയ്യാം കേട്ടോ. ദ ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ഇൻ SI യൂണിറ്റ് ഈസ് 128 kg/m3. ഇൻ certain units in which the unit of length is 25 cm and unit of mass is 50 gram, the numerical value of density of the material is. നിങ്ങൾ ആലോചിക്കൂ, വാട്ട് ഈസ് ഡെൻസിറ്റി? ഡെൻസിറ്റി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ml raised to -3. സോ n2 is equal to n1 into m1 by m2 all raised to a, l1 by l2 all raised to b. ടൈമില്ല. സോ എൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടുന്ന് മനസ്സിലാക്കാം, ഇവിടെ എൻ്റെ വാല്യൂ 1 ആണ്, ബീൻ്റെ വാല്യൂ -3 ആണ്. ബീൻ്റെ വാല്യൂ എത്രയാണ്? -3 ആണ്. ഓക്കെ, ഇവിടെ n1 128 ആണ്, ഇവിടെ കിലോഗ്രാം ആണ്, ഈ പുതിയ സിസ്റ്റത്തിൽ ഗ്രാമാണ്, 50 ഗ്രാമാണ്. ഇവിടെ ലെങ്ത്ത് മീറ്റർ ക്യൂബാണ് അല്ലേ, മീറ്ററിലാണ്. സോ മീറ്റർ വരും. താഴത്ത് 25 cm all raised to -3 എന്ന് വരും. ഓക്കെ, ഇനി ഒന്ന് കൺവേർഷൻ നമുക്ക് ചെയ്ത് നോക്കണം. അടുത്ത സ്റ്റെപ്പിൽ n2 is equal to 128 ഇൻറ്റു കിലോഗ്രാമിനെ നമ്മൾ ഗ്രാമിലേക്ക് മാറ്റുന്നു. 1000 ഗ്രാം ഡിവൈഡ് ബൈ 50 ഗ്രാം. മീറ്റർ എന്ന് പറയുമ്പോൾ 100 cm ഡിവൈഡഡ് ബൈ 25 cm all raised to -3. ഈ ഗ്രാമും കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് ഒരു ടൈമും മാറ്റുന്നില്ല. 128 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 15 ചെയ്തിട്ടുണ്ട്. ഈ 25 100ൽ 4 പ്രാവശ്യം പോകും. സെൻറ്റിമീറ്റർ. അപ്പോൾ 4 raised to -3 എന്ന് വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ. 128 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 1/4 ക്യൂബ് വരും. 1/4 ക്യൂബ്, 4ൻ്റെ ക്യൂബ് എത്രയാണ്? 64 അല്ലേ? 64 ഡബിൾ അല്ലേ 128 അല്ലേ? ഈ 0 കട്ട് ചെയ്താൽ 5 100ൽ എത്ര പ്രാവശ്യം പോകും? 20 പ്രാവശ്യം. 20 ഇൻറ്റു 2 ദാറ്റ് വിൽ ഗിവ് 40. ആൻസർ ഈസ് ഓപ്ഷൻ 1. അപ്പോൾ ഈ പഠിച്ച സെയിം ഐഡിയ തന്നെയാണ് ഇതാ ക്വസ്റ്റ്യൻ നമ്പർ 43 നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേ ഐഡിയ തന്നെയാണ് ക്വസ്റ്റ്യൻ നമ്പർ 47. പക്ഷേ ചെയ്യേണ്ട രീതിയും കാൽക്കുലേഷനുമാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ഒറ്റയടിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വറീഡ് ആവണ്ട. നമ്മുടെ പ്രാക്ടീസ് മേക്സ് എവറിത്തിങ് പെർഫെക്റ്റ്. സോ ലേൺ ഫിസിക്സ് ത്രൂ പ്രോബ്ലംസ് പഠിച്ച് ചെയ്ത് തന്നെ ഫിസിക്സ് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾക്ക് അയ്യോ സാർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള മൈൻഡ് സെറ്റ് അല്ല വേണ്ടത്. ഇത് ഇങ്ങനെയാണോ ചെയ്തത്? ഓക്കെ ഫൈൻ, നെക്സ്റ്റ് എക്സാം ഞാനിത് നന്നായിട്ട് ചെയ്യും, ഈ ഒരു മോഡൽ വന്നാൽ ചെയ്യും എന്നുള്ള കോൺഫിഡൻസ് ആണ് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത് കേട്ടോ. ഡയമെൻഷൻ ഓഫ് ഇൻറ്റൻസിറ്റി എന്നുള്ള ടേമിൻ്റെ ഇക്വേഷൻ തന്നാൽ ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് ചെയ്യുമായിരുന്നു. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ പവർ ഡിവൈഡ് ബൈ ഏരിയ. സോ വാട്ട് ഇസ് ഡയമെൻഷൻ ഓഫ് പവർ? ml² t raised to -3. ഏരിയ എന്ന് പറഞ്ഞാൽ L² കട്ട് ചെയ്താൽ m⁻1 L⁻0 t raised to -3 is the dimension of intensity. m⁻1 L⁻0 t raised to -3 is the dimension of intensity. 48 answer is 1. 47 answer is 1. 47 48 ഒക്കെ ആൻസർ 1 അല്ലേ വന്ന്. സെലക്ട് ദ പെയർ വിച്ച് ഡയമെൻഷൻസ് ആർ സെയിം ഡയമെൻഷൻ. പ്രഷർ സ്ട്രെസ് സെയിം ഡയമെൻഷൻ ആണ്. ഒറ്റയടിക്ക് ആൻസർ ആയല്ലോ. പ്രഷറും സ്ട്രെസ്സും നമുക്ക് നന്നായിട്ട് പഠിച്ച സാധനമാണ്. 49 ആൻസർ 1 ആണല്ലോ വന്നിരിക്കുന്നത്. യെസ്. വാട്ട് ഇസ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ദിസ്? അപ്പോൾ ഈ 10 ക്യൂബിന് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇല്ല. 10ൻ്റെ പവർ നമ്മൾ നോക്കില്ല അല്ലേ. 0.310 ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ പോയിന്റിന് ശേഷം അവസാനിക്കുന്ന 0യും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ ദർ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ ചെയ്തു. ഇത്രയും ചോദ്യങ്ങൾ ചെയ്തതിൽ നിങ്ങൾ നോക്കൂ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾസ് നന്നായിട്ട് അറിയണം. പ്രഷർ സ്ട്രെസ് തമ്മിലുള്ള റിലേഷൻ നന്നായിട്ട് അറിയണം. ഇൻറ്റൻസ്. അപ്പോൾ ചില ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ നമുക്ക് ചിലപ്പോൾ അറിയില്ലെങ്കിൽ വറീഡ് ആവണ്ട. കാരണം ഇനി വരാൻ പോകുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആവും. പിന്നെ കൺവേർഷൻ,
N1 U1 is equal to N2 U2 റിലേഷൻ വെച്ചുള്ള കുറേ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വന്നത്. ഇത് എക്സാമിന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വരേണ്ടതുകൊണ്ട് ആഫ്റ്റർ ഈ ലൈവ് അല്ലെങ്കിൽ ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചോദ്യങ്ങളൊക്കെ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുന്നതൊന്ന് കേട്ട് സമാധാനമായിട്ട് ഇരുന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ഡയമെൻഷൻ, സ്ട്രെയിൻ ഡയമെൻഷൻ ഇല്ലാത്ത ആൾ ഡയമെൻഷൻസ് എങ്ങനെ കണ്ടുപിടിക്കുക, ഐഡിയ നോക്കൂ. പിന്നെ N1 U1 is equal to N2 U2. ദെൻ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനിലും ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കും ഫൈനൽ ആൻസർ ഉണ്ടാവുക. സൈന്, എക്സ്പോണൻഷ്യൽ, ലോഗ് ഫംഗ്ഷൻസിൻ്റെ പവേഴ്സിനൊന്നും ഇതിനൊന്നും എന്തുണ്ടാവില്ല, ഡയമെൻഷൻ ഉണ്ടാവില്ല, ഓരോ ലോജിക്കാണ്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാൽ വെലോസിറ്റി ചെയ്യാൻ വേണ്ടിയിരിക്കും. 2 ഈക്വൽ ഡിസ്റ്റൻസ് കവറിംഗ് വിത്ത് ഡിഫറൻറ്റ് സ്പീഡ് ആണെങ്കിൽ ആവറേജ് സ്പീഡ് 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 ആണ്. ഡ്രങ്കാർഡ്മാൻ പ്രോബ്ലം നമ്മൾ പഠിച്ചതാണ്. ആക്സിലറേഷൻ എന്നാൽ എങ്ങനെ വെലോസിറ്റി കിട്ടും, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതും ഒരു വേറെ മോഡൽ ഇല്ലേ, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതിൻ്റെ ബേസിക് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡിഫറൻറ്റ് മോഡലാണിത്. ദെൻ ഇതും അതേ മോഡൽ ചോദ്യമാണ്, ഇതും എപ്പോഴും പ്രാക്ടീസ് ആയി വരുന്ന സാധനമാണ്. ദെൻ യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കുന്ന ചോദ്യം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അടുത്ത ചോദ്യം. പാസ്കൽ സെക്കൻഡ് പ്രഷറിൻ്റെ ഒരു സമയമാണെന്നുള്ളത്. ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിരിക്കും. സൈൻ ഫംഗ്ഷൻ, കോസ് ഫംഗ്ഷൻ ഇത് വരുന്ന സമയത്ത് ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത്. ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ മാഗ്നിറ്റ്യൂഡ് എടുക്കണം. സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി. 2 ഈക്വൽ ഡിസ്റ്റൻസ് കവറിംഗ് വിത്ത് ഡിഫറൻറ്റ് സ്പീഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതിന് ഒരു പ്രാവശ്യം ഡിഫറൻസ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും. ദെൻ ഇതിൽ ഏതാണ് വൺ ഡയമെൻഷൻ മോഷൻ അല്ലാത്തത്. പിന്നെ അതേപോലെ ഈ ഈക്വൽ ടൈം തന്നു, സ്പീഡ് തന്നു, അപ്പോൾ തമ്മിലുണ്ടാകുന്ന റിലേഷൻ വെച്ചുള്ള ആവറേജ് വെലോസിറ്റി. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ആരാ വലുത്. പിന്നെ ഒരാൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു വീട്ടിലെത്തിയാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും, ആവറേജ് വെലോസിറ്റി 0 ആയിരിക്കും. സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ, ഒരു ആംഗിൾ 1 മിനിറ്റ് 1 ഡിഗ്രി 1 റേഡിയൻ എത്രയാണെന്നുള്ളത്. അതേപോലെ തന്നെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനുള്ള ചോദ്യം. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, വിസ്കോസിറ്റി ഡയമെൻഷൻ, ഈ റിലേഷൻ. അതായത് ഈ y = a cos omega t - kx പഠിച്ചാൽ 2-3 ചോദ്യം 8 മാർക്ക് അപ്പോൾ തന്നെ ഉറപ്പിക്കാം. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പഠിച്ച് ഉറപ്പിക്കാം. ഈ ടൈപ്പ് ചോദ്യം ഇത് ഈസി ക്വസ്റ്റൻ ആയിരുന്നു. പിന്നെ അതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, അതേപോലെ റൗണ്ടിങ് ഓഫിൻ്റെ ഐഡിയ പഠിച്ചൊരു കുട്ടിക്ക് പ്രോബ്ലംസ് ഒരു 5-6 ചോദ്യങ്ങൾ വളരെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ. പിന്നെ N1 U1 is equal to N2 U2 മോഡൽ. പിന്നെ ചില ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് പരിചയമില്ലാതെ ചിലപ്പോൾ ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് തുടക്കം മുതലേ ചിലപ്പോൾ കാണാം. എന്നാൽ കൂടി നമ്മളെല്ലാ ടോപ്പിക്കും കടന്നു പോയിട്ടുണ്ട്, നിങ്ങൾ പഠിച്ച എല്ലാ ടോപ്പിക്കൂടെയും ക്വസ്റ്റ്യൻസ് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളിൽ ഏതാണോ നിങ്ങൾക്ക് കിട്ടാത്തത് അത് 1-2 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. 1-2 പ്രാവശ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസാണ് നമ്മളെ റെഡിയാക്കി കൊണ്ടുവരിക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ താങ്ക് യു ഓൾ, താങ്ക് യു. ഈ സെഷനിൽ ഏത് ചോദ്യം ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം, ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കി പഠിക്കണം കേട്ടല്ലോ. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. നെക്സ്റ്റ് GEIB ഇതിനെക്കാട്ടിയും സ്ട്രോങ് ആയി ഈ കിട്ടിയ മാർക്കിനെക്കാട്ടി ഫുൾ മാർക്കോടെ നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.